ഈ ബൈബിൾ സ്റ്റഡിയുടെ 6-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഈ ഉദാഹരണം പറയുന്നത്, അതുകൊണ്ട് ദൈവമക്കളെ, ഈ ഉദാഹരണം വ്യാഖ്യാനിക്കുമ്പോൾ ഈ അർത്ഥം വെച്ചുകൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. ഉപമകൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന CD-യിൽ 6-ാമത്തെ CD മുഴുവൻ അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ വിഷയം ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ പറയട്ടെ. ഈ കഥ വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ 70 വട്ടം ക്ഷമിക്കണം. നമ്മുടെ സഹോദരനോട് ക്ഷമിച്ചില്ല എങ്കിൽ പിതാവായ ദൈവം നമ്മോടും ക്ഷമിക്കയില്ല. ആ വിഷയം തെളിയിക്കാനാണ് കഥ പറയുന്നത്, വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ തന്നെ വേണം. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കൊച്ചു കാര്യം പറഞ്ഞിട്ട് അത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കരുത്. എന്നിട്ട് പറയുകയാണ്, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം, അല്ലെങ്കിൽ ദൈവസഭയെന്ന് അർത്ഥമെടുക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായാസനം, ദൈവത്തിന്റെ ന്യായവിധി എന്ന് വേണമെങ്കിൽ പോലും ഇവിടെ കണക്കെടുക്കാവുന്നതാണ്. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അവൻ കണക്ക് നോക്കിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. 10,000 താലന്ത് എന്നൊക്കെ പറഞ്ഞ അതിഭയങ്കരമായ ഒരു സംഖ്യയാണ് എന്ന് ഓർക്കേണ്ടതാണ്. അനേക കോടി രൂപ എന്ന് നമുക്ക് ഏകദേശ കണക്കിൽ അങ്ങ് പറയാവുന്നതാണ്. അങ്ങനെ വളരെ വലിപ്പമുള്ളതായ ഒരു സംഖ്യയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത്രത്തോളം വലിപ്പമുള്ള ഒരു സംഖ്യ കടപ്പെട്ട ഒരുത്തൻ, സാധാരണഗതിയിൽ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ സാധാരണ പറയുന്ന എ കിങ്സ് റാൻസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ ഒരു കൂട്ടർ തട്ടിക്കൊണ്ടുപോയി അവനെ വിട്ടുകിട്ടണമെങ്കിൽ ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞാൽ അത് എത്ര രൂപ ആയിരിക്കും, അത്രത്തോളം വലിയൊരു സംഖ്യ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം വലിയൊരു സംഖ്യയാണ് ഇവൻ കടപ്പെട്ടിരിക്കുന്നത്. അവന് വീട്ടുവാൻ വകയില്ലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കാൻ കൽപ്പിച്ചു. അപ്പൊ ഇത്ര വലിയൊരു സംഖ്യയാണ് അവൻ കൊടുത്തു തീർക്കാനുള്ളത്. അപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ഇതുപോലെ വിറ്റ് കടം തീർക്കുക എന്നൊരു പരിപാടിയുണ്ട്. ഉദാഹരണത്തിന്, ഞാനിപ്പോ ഒരാൾക്ക് 1,00,000 രൂപ കടപ്പെട്ടിരിക്കുകയാണ്. എന്റെ കയ്യിൽ അത് കൊടുത്തു തീർക്കുവാൻ നിർവാഹമില്ലെങ്കിൽ എന്റെ ഒരു മകനെയോ മകളെയോ പിടിച്ചങ്ങ് വിൽക്കുമ്പോ ആർക്കെങ്കിലും 50,000 രൂപയ്ക്ക് വിറ്റു, അപ്പൊ 50 ഒരെണ്ണത്തിനും കൂടെ കൊടുത്തപ്പോ 50 കൂടെ കിട്ടി. അങ്ങനെ 1,00,000 രൂപ മക്കളെ വിറ്റിട്ട് ഞാൻ കടം വീട്ടി. കുറച്ചു കാലം കഴിഞ്ഞ് കാശ് കിട്ടി കഴിയുമ്പോൾ ഈ മക്കളെ വാങ്ങിക്കാൻ വേണമെങ്കിൽ എനിക്ക് തിരിച്ച് ഞാൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ പറയാം, അന്ന് 50,000 തന്നത്, ഇപ്പൊ എനിക്ക് 5 ലക്ഷം വേണമെന്ന് പറയാം. അങ്ങനെ അയക്ക് വായി തോന്നുന്ന വില പറയാം. അതങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ അവൻ അടിമയായിട്ട് അവിടെ കഴിയുകയാണ്. ഇങ്ങനെ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന കാലമാണ്. ചിലർ അത് പോരാഞ്ഞിട്ട് ഭാര്യയെ വിൽക്കും, ചിലർ തങ്ങളെ തന്നെ വിൽക്കും. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്, ഞാൻ എന്നെ തന്നെ വിറ്റാൽ 2 ലക്ഷം രൂപ കിട്ടും. ഭാര്യയെ വിറ്റിയാൽ വേണമെങ്കിൽ 1 ലക്ഷം പോലും വേറെ ഉണ്ടാക്കും. പിന്നെ മക്കളെയൊക്കെ വിറ്റ് എല്ലാം കൂടെ 10 ലക്ഷം തികഞ്ഞില്ല, പിന്നെയും വസ്തുവകകൾ ഉണ്ടെങ്കിൽ അതുകൂടെ വിറ്റ് ഏതെങ്കിലും വിധത്തിൽ തീർക്കുക. അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ വിൽക്കാം, ഭാര്യയെ വിൽക്കാം, മക്കളെ വിൽക്കാം. അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലമാണല്ലോ. അതുകൊണ്ടാണ് യജമാനൻ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, കാശില്ലല്ലോ, അപ്പൊ നീ നിന്നെ തന്നെ വിൽക്കുക, നിന്റെ ഭാര്യയെ വിൽക്കുക, മക്കളെ വിൽക്കുക, നിന്റെ സമ്പത്തൊക്കെയും വിൽക്കുക. ഇതെല്ലാം കൂടെ വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഈ 10,000 താലന്ത് കടമുള്ളത് വീട്ടാൻ പറഞ്ഞു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലതും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാണ്, യജമാനെ എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോ എന്നെ തന്നെ, എന്റെ ഭാര്യ മക്കളെ, എന്റെ സമ്പത്തും എല്ലാം കൂടെ വിറ്റാൽ എവിടുന്ന് തീരാനാ? ഇത്ര വലിയ തുകയൊന്നും എന്നൊക്കെ വിറ്റാലും കിട്ടാൻ പോകുന്നില്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ എങ്ങനെയും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ പറയുന്നില്ല, ഞാൻ തരാനൊന്നും ഇല്ല, കണക്കണക്കാ ഇത് എന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഇവൻ കൊടുത്തു തീർക്കാനുള്ളതാണ് എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷെ കൊടുത്തു തീർക്കാൻ അല്പം സമയം കൂടെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവ് ഇളച്ചു കൊടുത്തു. എന്നാ നീ അടുത്ത കൊല്ലം കാശും കൊണ്ട് വാന്ന് പറയുകയല്ല ചെയ്തത്, അവനെ വിട്ടയക്കുകയും അവന്റെ കടം വരെ ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവൻ പോവുകയാണ്. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുകാരനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഈ 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാല് അതിന്റെ ഏകദേശം ഒരു കണക്ക് ഒരാൾ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഇവൻ ഉണ്ടായിരുന്ന കടത്തിന്റെ 5 ലക്ഷത്തിൽ ഒരു അംശം മാത്രമേ ഉള്ളെന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് ഇയാൾ കൊടുത്തു തീർക്കാനുള്ള ആ കടത്തിന്റെ 5 ലക്ഷം മടങ്ങായിരുന്നു മറ്റേ ആൾ കൊടുത്തു തീർക്കാനുള്ള കടം. അല്ലെങ്കിൽ ഈ കടം ഇപ്പോൾ ഇളച്ചു കിട്ടിയവന് എത്രയാണോ ഇളച്ചു കിട്ടിയത് അതിന്റെ 5 ലക്ഷത്തിൽ ഒരു അംശം മാത്രമാണ് ഈ കടം. അപ്പൊ അത്ര നിസ്സാരമായ ഒരു കടമാണെന്ന് ഓർക്കണം.
അപ്പോൾ ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുകാരനെ കണ്ടു. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ 100 ദിവസത്തെ പണിക്കൂലി, അത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ 5 ലക്ഷം മടങ്ങാണ് ഇവന് ഇളച്ചി കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവനത് ഓർക്കുന്നില്ല. ചെറിയൊരു തുകയായ 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, കഴുത്തിന് പിടിച്ചൊരു ഞെക്കുക, വെക്കടാ കാശെന്നും പറഞ്ഞു. നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. നമ്മൾ ഈ കഥയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എന്നൊക്കെ ഇനി വ്യാഖ്യാനം വേറെ എടുക്കരുത്. എന്ന് പറഞ്ഞാൽ തൊണ്ടയെന്ന് പറഞ്ഞാല് അവന്റെ പ്രാർത്ഥനാ ജീവിതമാണ്, അല്ലെ അവന്റെ വിശ്വാസ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞൊന്നും വ്യാഖ്യാനിക്കരുത്. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എന്ന് പറഞ്ഞാൽ ക്രൂരത കാണിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതിയാകും. അത്യന്തം ക്രൂരമായിട്ടാണ് അവനോട് പെരുമാറുന്നത്. ഇവന്റെ യജമാനൻ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയൊന്നും ഇല്ലെന്ന് ഓർക്കണം. ഭാര്യ മക്കളെ അവനെയൊക്കെ വിറ്റിട്ട് കടം തീർക്കാൻ പറഞ്ഞതേ ഉള്ളൂ, അടിക്ക പോലും ചെയ്തില്ല. എന്നാൽ ഇവൻ മറ്റവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ അവൻ മനസ്സലിവില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി. അതായത് ഇവനെ തടവിലാക്കിയിട്ട് പറഞ്ഞു കാശ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവന്റെ ഭാര്യയും മക്കളും കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ഒക്കെ ചേർന്ന് എങ്ങാണ്ടൊന്ന് കടം മേടിച്ചോ എങ്ങാണ്ട് കൊണ്ടുവന്ന് ആ കടം കൊടുത്ത് തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഇവൻ കടം തീർക്കുന്നത് വരെ അവനെ കൊണ്ട് തടവിൽ വെച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. അപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മറ്റു കുറെ ദാസന്മാർ അവിടെ ഉണ്ട്, അവരും കാണുന്നുണ്ട് ഇത് സംഭവിക്കുന്നത് മുഴുവൻ. ഇത് കണ്ടിട്ട് അവർക്ക് വലിയ ദുഃഖമായി. ചെന്ന് സംഭവിച്ചതൊക്കെ ഈ യജമാനനെ അറിയിച്ചു. ഇവരുടെ എല്ലാം യജമാനായ ഒരാളുണ്ട്. ആ യജമാനെ കണ്ടിട്ട് പറഞ്ഞു, കണ്ടോ നീ അവനെ ഇളച്ചു കൊടുത്തതല്ലേ, ആ ഇളച്ചു കിട്ടിയവൻ അങ്ങോട്ട് പോയിട്ട് ചെയ്ത് ഇതാണ് എന്ന് പറയുവാനിടയായി. യജമാൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. നിനക്ക് ആ വലിയ കടം ഞാൻ ഇളച്ചു തന്നതാണ്. ഇപ്പോൾ നിനക്ക് കടംപെട്ടവൻ ചെറിയൊരു തുകയെ കടംപെട്ടിട്ടുള്ളൂ, അത് നിനക്ക് ഇളച്ചു കൊടുക്കാൻ പറ്റിയില്ലയോ? ഞാൻ നിന്നോട് കാണിച്ചതുപോലെ നിനക്ക് അവനോട് ദയ കാണിക്കാൻ പറ്റില്ലായിരുന്നോ? അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ ബൈബിൾ സ്റ്റഡിയുടെ 6ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.